യാത്ര പോയതിൻ്റെ ക്ഷീണമൊക്കെ തീർന്ന് വീട്ടിലേക്കുള്ള തിരിച്ചുള്ള യാത്രയിൽ പകുതി വഴി വരെ എത്തി. വീട്ടിലേക്ക് പോകാനുള്ള തൊട്ടടുത്ത ജംഗ്ഷനിലെത്തിയപ്പോഴത്തേക്കിനും വിശന്ന് വലയുന്നു. ഞാൻ കൂടെ ഉണ്ടായിരുന്ന കുട്ടിപ്പരിവാരങ്ങളെയൊക്കെ അമ്മയുടെ കൂടെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. ഹോട്ട് കേക്ക്സ് എന്നാണ് കടയുടെ പേര്. പെരുമ്പുഴ ജംഗ്ഷനിലിരിക്കുന്ന കടയാണ്. ഇവിടെ കയറി ഞങ്ങൾ 3 സെറ്റ് സാധനങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. കാരണം 4 പേരുണ്ടെങ്കിലും തീറ്റിയുടെ കാര്യം വരുമ്പോഴത്തേക്കിനും കുറച്ച് ലാഗാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ കുറച്ച് കൺട്രോൾഡാണ്. ഇന്നലെ കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചതുകൊണ്ട്. അപ്പം ഞങ്ങൾ ആൾക്ക് ലൈറ്റായിട്ട് പറഞ്ഞേക്കുന്നത് ഒരു ബിരിയാണി, ഒരു കൊത്ത പൊറോട്ട, ഒരു കിഴി പൊറോട്ട, ഇത്രയും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ 4 ലൈം ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ആരും വെയിൽ കൊണ്ടിട്ടും ടാൻ അടിച്ചിട്ടും ഇല്ല. ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. കൊത്തു പൊറോട്ടയും ബിരിയാണിയും വന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. പൊറോട്ട എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഗ്രേവിയോ എന്താണ്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. കഴിക്കട്ടെ. ചൂടുണ്ടോ? കൊത്തു പൊറോട്ട കുറച്ച് ഗ്രേവി ടൈപ്പിലാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് കുറച്ചുകൂടെ ഡ്രൈ ടൈപ്പാണ് ഇഷ്ടം. കിഴി പൊറോട്ട എന്നും പറഞ്ഞ് തന്നത് ആവി കയറ്റിയിട്ടില്ല, വെറുതെ വാഴയിലക്കകത്ത് പൊതിഞ്ഞ് വെച്ചു. ചൂടില്ല, പൊറോട്ടയൊക്കെ നല്ല കട്ടിക്കിരിക്കുക, ടേസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ജെനുവൻ റിവ്യൂ ആണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറഞ്ഞ പോലെ ബിരിയാണി കൊള്ളാം. അത് അവർ രണ്ടുപേരുടെ ഷെയറിട്ട് കഴിക്കുകയാണ്. ആർക്കും മുഖത്തിനൊരു തെളിച്ചമില്ല. വിശന്ന് ഭ്രാന്തെടുത്ത് കയറി വന്നതാണ്. ഇനിയിപ്പം ഓർഡർ ചെയ്ത് പോയില്ലേ കഴിക്കണം. വിശപ്പ് കൊണ്ട് ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. ഓർഡർ ചെയ്ത 4 ലൈമ് വന്നിട്ടുണ്ട്. കസ്കസൊക്കെ ഇട്ട് കാര്യമായിട്ടാണ് തന്നേക്കുന്നത്. കുടിച്ച് നോക്കുമ്പോൾ അറിയാൻ എന്ത് വരുമോന്ന്. എൻ്റെ തീവ്രത കാരണം കൊത്ത പൊറോട്ട മൊത്തം കഴിച്ചു. ബിരിയാണിയുടെ ചിക്കനും മുട്ടക്കറിയും ഒക്കെ ബാക്കി വെച്ചിട്ടുണ്ട്. കിഴി പൊറോട്ട അതുപോലെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ച ആ കട.